मतलब आप बोल रहे हो मैं अभिषेक की जगह पे खिलाऊं उसको? नहीं नंबर 3 मे बी। तो मतलब तिलक की जगह खिलाऊं? ये कर रहा बैठ के, अबे अभिषेक को ड्रॉप करो, तिलक को ड्रॉप करो, खुद भी ड्रॉप हो जा भाई तू। സൂപ്പർ 8 മത്സരത്തിന് മുന്നേ പത്രസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവിനോട് ചോദിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മത്സരത്തിന് മുന്നേ സഞ്ജു സാംസൺ കളിക്കുമെന്ന്. അപ്പൊ അതിന് ക്യാപ്റ്റൻ കൊടുത്ത മറുപടിയാണ് കേൾക്കണം. തിലക് വർമ്മന്റെ പകരമാണോ കളിപ്പിക്കേണ്ടത് ഞാൻ, അല്ലെങ്കിൽ അഭിഷേക് ശർമ്മന്റെ പകരമാണോ ഞാൻ കളിപ്പിക്കേണ്ടത്? അപ്പൊ ഇവർ രണ്ടുപേരെയും കളിപ്പിച്ചിട്ട് എന്തായി? ഇപ്പൊ അവസാനം എന്തായി? ഇനി വരുന്ന 2 മത്സരം ജയിച്ചാൽ പോലും ചാൻസ് കുറവാ. കാരണം റൺ റേറ്റ് നിർണായകമാണ്. 73 റൺസിനാണ് തോറ്റത്. റൺ റേറ്റ് കുത്തനെ താഴെ പോയിട്ടുണ്ട്. ഒരു ക്യാപ്റ്റന്മാരും ഇങ്ങനെ അഹങ്കാരം പാടില്ല. കാരണം എന്ന് വെച്ചാല് സൂര്യ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും സഞ്ജുവിനെ. പക്ഷെ ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ശരിക്ക് ശ്രദ്ധിച്ചിട്ട് ഇറങ്ങണം. കാരണം ഇത്രയും ഫ്ലോപ്പായ പ്ലേയേഴ്സ്, തിലക് വർമ്മ ആയിക്കോട്ടെ, അഭിഷേക് ശർമ്മ ആയിക്കോട്ടെ, അത്രയും ഫ്ലോപ്പായ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ക്യാപ്റ്റന് വീണ്ടും അവരെ വിശ്വാസം അർപ്പിക്കുക എന്നാണ് എന്താന്നുള്ളത് മനസ്സിലായില്ല. കാരണം ഈവൻ പാകിസ്ഥാന്റെ കാര്യം നോക്ക്. പാകിസ്ഥാന് ഫ്ലോപ്പായ പ്ലേയേഴ്സിനെ ഒഴിവാക്കിയിട്ടാണ് സൂപ്പർ 8ലേക്ക് ഇംഗ്ലണ്ടിനെതിരെ ഇന്നലെ മത്സരിച്ച് ഫക്കർ സമാൻ ഇറക്കിയില്ലേ, അത്യാവശ്യം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ സൂപ്പർ 8 മത്സരത്തിലൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നോക്കിയും കണ്ട് ഇറങ്ങിയില്ലേ മോനെ, പണി പാലമളത്ത് കിട്ടും. അതും എമ്മാതിരി ഡയലോഗ് എന്നറിയും. ഞാൻ ആരുടെ സ്ഥാനത്താണ് കളിപ്പിക്കേണ്ടത്? അഭിഷേകിന്റെ സ്ഥാനത്താണോ സഞ്ജുവിനെ കളിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ തിലക് വർമ്മന്റെ സ്ഥാനത്താണോ കളിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇവരെയും കാട്ടിലൊക്കെ നല്ല പ്ലെയർ അല്ലേ സഞ്ജു? കൊടുത്ത മത്സരത്തിൽ, ഒറ്റ മത്സരത്തിൽ നമീബിക്കെതിരെ 250 സ്ട്രൈക്ക് റേറ്റിൽ 22 റൺസ് എടുത്തില്ലേ, 3 6 അടിച്ചില്ലേ? അഭിഷേക് ശർമ്മ എടുത്ത എത്രയാ? 4 മത്സരത്തിൽ നിന്ന് ആകെ 4-5 മത്സരത്തിൽ നിന്ന് ആകെ എടുത്ത് 14 റണ്ണാ. അതിൽ 3-4 മൊട്ടല്ലേ? തിലക് വർമ്മന്റെ കളി എന്താ? വൺ ഡേ സ്റ്റൈലല്ലേ അയാൾ ബാറ്റ് വീശുന്നത്. അതിന്റെ മുന്നേ നന്നായി കളിച്ചിട്ടുണ്ടാവും, ഏഷ്യ കപ്പ് കളിച്ചിട്ടുണ്ടാവും, മറ്റുള്ള മത്സരം കളിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വേൾഡ് കപ്പ് 2 കൊല്ലം കൂടുമ്പോൾ വരുന്നതാ. കപ്പ് വേണോ? നല്ല പ്ലേയേഴ്സിന് ഇറക്കണം. ചെറിയ ടീമിനോട് കളിക്കുന്ന മാതിരിയൊന്നുമല്ല സൂപ്പർ 8 കളിച്ചാല്. സൂപ്പർ 8 നല്ല ടീമുകളാ. സിംബാബ്വേനോട് കണ്ടറിയണം. സിംബാബ്വെ എന്നാൽ പഴയ സിംബാബ്വെ എന്നല്ല. അതേപോലെ വെസ്റ്റ് ഇൻഡീസിനോട് ജയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചില്ലറ കാര്യമില്ല. നല്ല റൺ റേറ്റിൽ വേണം. അപ്പൊ ക്യാപ്റ്റൻ, അപ്പൊ ഇനി അടുത്ത കളി നോക്കിക്കോ. സഞ്ജു സാംസൺ ഇപ്പം ടീമിലുള്ളത് നല്ലതാ. സഞ്ജു സാംസന്റെ നല്ലൊരു തുടക്കം ചെക്കൻ തുടങ്ങി തരും. ഓക്കെ, ഇപ്പോൾ ഉള്ള ഈ രണ്ട് പ്ലെയറേക്കാട്ടിലും നല്ല ഫോമിലായിക്കൊണ്ടിരിക്കുന്നത്, കളിക്കാനൊരു പ്രതീക്ഷയുള്ളത് സഞ്ജു സാംസണാണ്. അത് നിങ്ങൾ മറക്കണ്ട.